ഹായ് ഫ്രണ്ട്സ്, ടെസ്റ്റ് പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാമ്പഴ തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ അരിപ്പ വെച്ച് അതിലേക്ക് ഒരു കോട്ടൺ തുണി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. ഈ തൈരിൽ വെള്ളം പോകാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. വെള്ളം നല്ലോണം വാർന്നു പോകാൻ വേണ്ടി നമുക്കതിന് മുകളിൽ ഒരു വെയിറ്റ് കൂടെ എടുത്ത് വെച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. വെള്ളമൊക്കെ നന്നായി വാർന്നു പോകട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഒരു മാങ്ങ ചെത്തിയെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായി മിക്സിയുടെ ജാറിലിട്ട് നമുക്കതിനെ നന്നായി അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായി അരച്ചെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. ഇപ്പം നമ്മളുടെ മാങ്ങ പൾപ്പ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വാലാൻ വെച്ച തൈരിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മാങ്ങ പൾപ്പ് 1 കപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. തൈര് നല്ലോണം ഉടച്ചതിന് ശേഷം നമുക്കിനി ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്താക്കി എടുക്കണം. ഇനി നമുക്ക് ചൂടാറിയ പാലിനെ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. പാലെല്ലാം ഒഴിച്ച് കൊടുത്ത് എല്ലാം മിക്സ് ആയതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മൺപാത്രമോ സെറാമിക് പാത്രമോ ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല. നമുക്കിതൊരു പാത്രത്തിലൊഴിച്ച് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓവർനൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന പോലെ സ്ട്രോബെറി യോഗട്ട് അല്ലെങ്കിൽ ബ്ലൂബെറി യോഗട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ മാംഗോ യോഗട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. തൈരിലടങ്ങിയിരിക്കുന്ന ഗുഡ് ബാക്ടീരിയാസ് നമ്മുടെ ഹെൽത്തിന് വളരെ പ്രയോജനമുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തൈരിൻ്റെ ഗുണവും ഫ്രൂട്ട്സിൻ്റെ ഗുണവും ഒരുമിച്ച് ലഭിക്കുന്നതാണ്. ഇപ്പം നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് തൈര് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സിനെ ഒഴിച്ച് നമുക്കിത് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു പാത്രം വെച്ച് മൂടി ഞാനൊരു സൈഡിൽ മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് എടുത്ത് നോക്കാം. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. മാങ്ങയുടെ നല്ല രുചിയും തൈരിൻ്റെ ചെറിയൊരു പുളിപ്പും അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് മാങ്ങയും തൈരും ഉപയോഗിച്ച് രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു അരിപ്പയിലേക്ക് നല്ല കോട്ടൺ തുണി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ടിന് 400 ഗ്രാമിൻ്റെ തൈരാണ് എടുക്കുന്നത്. ഏത് തൈര് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തൈരിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് നമുക്കിത് വെച്ച് ഇതിൻ്റെ മീതെ ഒരു വെയിറ്റൊക്കെ എടുത്ത് വെച്ച് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതിൽ മാങ്ങപ്പഴുപ്പിൻ്റെ കൂടെ തൈരിൻ്റെ ഇതുപോലെ വെള്ളം കളഞ്ഞത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ വിനാഗിരിയൊക്കെ ഒഴിച്ച് പിരിച്ചെടുത്തിട്ട് വെള്ളം കൂറ്റി കളഞ്ഞ് അതും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് മാങ്ങ തൊലിയൊക്കെ ചെത്തി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. 2 മാങ്ങയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നല്ല മഞ്ഞ കളറുള്ള മാങ്ങയാണെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ നല്ല കളർ കിട്ടും. അല്ലെങ്കിൽ കളർ കുറവായിരിക്കും. അപ്പോൾ കളർ വേണമെന്നുള്ളവർക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കളർ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തൈരിനെ എടുത്ത് ഒരു പാത്രത്തിലിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ പാത്രത്തിലിട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ ഇനി മാംഗോ പൾപ്പ് കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാംഗോ പൾപ്പ് കുറച്ചായി ഒഴിച്ച് കട്ടയെല്ലാം ഉടച്ച് നന്നായി സ്മൂത്തായി നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഒഴിച്ച് നമ്മൾ വിസ്ക് കൊണ്ട് ഇങ്ങനെ ചെയ്താലാണ് അത് കട്ടയില്ലാതെ നമുക്ക് നല്ല സ്മൂത്തായി കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനുള്ള കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിൽ നെയ്യൊക്കെ തടവിയതിന് ശേഷം ഞാൻ ആ മിക്സിനെ ഇതിലൊഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതിനെ ഒന്ന് കവർ ചെയ്യാം. അലുമിനിയം ഫോയിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മൂടി വെച്ച് നമുക്കിത് ആവിയിൽ വേവിക്കാം. അലുമിനിയം ഫോയിൽ വയ്ക്കുമ്പോൾ ചെറുതായിട്ട് 1-2 ഹോൾ ഇട്ട് കൊടുക്കണേ ആവി പോകാനായിട്ട്. നമുക്കിത് 25 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം
ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം നമുക്കിതെടുത്ത് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് പംകിൻ സീഡൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.